എവിടെയാണ് മർക്കസ്? മർക്കസ് നോളജ് സിറ്റി. വാവ്. أنا خاطئ ومخلط. ധാരാണ് സൗദിന്ന് വന്ന കട്ടർപ്പിയാണെന്നുണ്ട്. ആയിക്കോട്ടെ എന്നാ പോലാ. എവിടെയാണ് മർക്കസ്? നോളജ് സിറ്റി. നോളജ് സിറ്റി അതിനല്ല നേരത്രായി 5 മണി. ഇനിയൊരു 20 കിലോമീറ്റർ കൂടി ഉണ്ട്. അതൊക്കെ ബൈപ്പാസ് കൂടി ഒക്കെ പോകണം. നമ്മൾ കുറച്ച് നേരത്തെ എത്തും. അസർ ബൈക്കൊന്ന് കൂടിയിരിക്കണ്. അസർ കുറച്ച് ക്ഷീണിതനാണെന്ന് പക്ഷേ നമ്മൾ ബാക്ക് സീറ്റിൽ എത്തി. 5:30 മണി. 5:20 എത്തിയിട്ടാ. വളരെ നേരത്തെയാണ് അവിടെ എത്തിക്കണ്. മർക്കസ് നോളജ് സിറ്റി. വാവ്. കോഴിക്കോട്. ചെക്കിങ് ഉണ്ടാ? ഇങ്ങനെ നമ്മൾ പോകുന്നേ. ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഗോയ്സ്. ഇന്നിപ്പോൾ നോമ്പുതുറ. ഇന്ന് ഗ്രാൻഡ് നോമ്പുതുറ കേട്ടാ. മൊയിലാളിൻ്റെ കൂടെ ഒരു നോമ്പുതുറ. അവിടെ കണ്ടതാ. എന്താ ടൈഗ്രീസ് വാലിയോ? എന്തായാലും ടൈഗ്രീസ് ടൈഗ്രീസ് വാലി അതാ കിടക്കണ. പ്രീമിയം ചികിത്സകൾ, വെൽനസ് ചികിത്സ. ചാൻസ് കിട്ടി നമ്മൾ വരും. പ്രീമിയം ചികിത്സയിൽ ചികിത്സിച്ചിട്ട് പോകും. അതാണ് ഷാം ഗേറ്റിലാ. ഷാമല്ല, പിന്നെ അതാ മദീന ഗേറ്റ്. ഇതേതാ? ഷാമനല്ലേ? അല്ല, ഷാഫിയ. ഇതാണ് ഷാം ഗേറ്റ്. ഷാം ഗേറ്റ്. നമ്മൾ മൂല്യർ വരാണ്ട്. നമ്മളൊരു മെസ്സേജ് ചെയ്ത മൂല്യർ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ പേര് പറയുന്നത് മൂപ്പര? അപ്പോൾ ഇന്നൊരു നോമ്പ് തുറക്കാൻ വേണ്ടി നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയൽ ഫുത്തൂലേക്ക് വന്നാണ്. കുറച്ചായി ഇവിടുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു പൂതി. അങ്ങനെ നജീബിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചടപടെ നജീബും പോന്നു. അവശനായി, ക്ഷീണിച്ച അവശനായി ആള്. നമ്മളെ കൊണ്ടുവന്ന ആള്. നിങ്ങളെ പേര് പറഞ്ഞ്? നിസാമുദ്ദീൻ സഖാഫി. സത്യം പറഞ്ഞാൽ ഈ നിസാമുദ്ദീൻ സക്കാഫിയുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിൽ നിന്നാണ് ഈ പൂതിയാണ്ട് ഉദിച്ചത്. അങ്ങനെ നജീബിനോട് ചോദിച്ചപ്പോൾ അതിനെന്താ പോകാലോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഷടപടയെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. വെള്ളിയാഴ്ചയാണ് പോയത്. നല്ല തിരക്കാണ്. ക്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒടുക്കത്തെ ക്യൂ ആട്ടാ. അവിടെ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ക്യൂ ആണ്. ക്യൂ 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 ക്യൂ. ആൾക്കാർ ഇവിടെ എത്തി തുടങ്ങിയിട്ടാ. ഇത് ഇങ്ങനെ സൈഡാണ് ഫുള്ള്. വരിൻ്റെ ആൾക്കാർ ഇവിടെയൊക്കെ അതങ്ങനെ ഫില്ല് ചെയ്ത് അവിടെയാണ് കൗണ്ടർ. തിരണി അനുസരിച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് റെഡിയാക്കി കൊണ്ടുപോകും. മാഷാ അല്ലാഹ്. മലയാളി ഭക്ഷണത്തിൽ നമുക്ക് നോക്കാതിരിക്കുകയാണ്. വിശപ്പ് കൂടണ്ടാച്ചിട്ട്
അങ്ങനൊന്നുമില്ല, ഭയങ്കര സ്ട്രോങ് എക്സസൈസ് കഴിഞ്ഞ് വരണം. ഇന്ന് കണ്ടിട്ട് നെയ്ച്ചോറും ബീഫാണ് തോന്നുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഒരു ദിവസം 3000 മുതൽ 5000 വരെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞത് ചില്ലറ പരിപാടിയല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടാമത്തെ സന്തോഷം റയ്യാൻ കവാടത്തിലൂടെയാണ് നോമ്പുകാരൻ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് ഇപ്പോഴും കായ് ഉണ്ടാക്കാല്ലേ, ദുന്യാവുന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. കൊണ്ട് അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടയാളമായി മാറുകയാണ്. നിലത്തിരുന്ന ഒരേ വിധത്തിൽ ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ശിഫയായി മാറുന്നു. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, പൂർണ്ണമായും കഴിക്കുക, സ്നേഹത്തോടെ കഴിക്കുക, അവസാനം അൽഹംദുലില്ലാഹ് പറയുക, ഒന്നും വേസ്റ്റാക്കി കളയാതിരിക്കുക, എന്നിട്ട് അതൊരു വലിയ ചെമ്പിൽ വിളമ്പുന്നു, ഐശ്വര്യത്തിന് എടുത്തോണ്ടാണ് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ ഇതേപോലെ നോമ്പ് മുറിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും കബൂൽ നൽകുമാറാകട്ടെ. റമദാൻ 17 ബദറിൻ്റെ മഹാവിജയം. റമദാൻ 18 മുത്തുനബി തങ്ങൾക്ക് പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം വഫാത്തായി. أشهد أن لا إله إلا الله ഏത് പറ്റിലാണ് ബർക്കത്തെന്ന് പറയാൻ പറ്റില്ല. 90% നജീബിന് ബർക്കത്ത് അന്വേഷിച്ചത്. നോമ്പ് തുറന്ന ഉടനെയാണ് മാഷാ നമ്മളെ AP ഉസ്താദിന്റെ മകനായ അക്കീം അസ്ദരിനെ കാണാൻ പറ്റിയത്. പരിചയപ്പെടാൻ വേണ്ടി പോയപ്പോഴാണ് മൂപ്പര് നിസ്കാരത്തിന് സമയം, നമുക്ക് അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് പരിചയപ്പെടാമെന്ന് പറയാണ്ടായത്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇഷാ തറാവി വരെ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാന്ന് കരുതിയാൽ അടിയിൽ തന്നെ നല്ല വിശാലമായ സൂക്കുകളുണ്ട്, ഒരുപാട് ഷോപ്പുകൾ പുതിയ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി വല്ലതും കുടിക്കാന്ന് കരുതി. ഞാൻ നോക്കി ഒയാസിസ് ആണല്ലോ പേര്, ഇത് ബ്രാൻഡ് ജീരസോഡ എന്താ പേര്? കട്ട വരുന്നൊക്കെ എന്താ പേര്? പാഷൻ ഫ്രൂട്ടാണ്. രാവിലെ ദഹിക്കണം. ജീരകം ഒന്നുകൂടി അടിച്ചോ. പാഷൻ ഫ്രൂട്ട്, ആൽമോണ്ട് ബ്രെഡ്, ആൽമോണ്ട് ബ്രെഡ് ഉള്ളില്ല. ഷവ് അങ്ങ് കൊടുത്തിട്ടാ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أنا خاطئ ومخلط ووسيلتي أني وفدت على الجناب العالي. في السير والترحال زاد اشتياقي نحوه وصبابة
തറാവി കഴിഞ്ഞിട്ടുള്ള ബഗ്ദാദിയുടെ കിറാത്ത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കിടിലം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിപ്പോയി. നമ്മൾ ആ റൂമിലേക്ക് ഹക്കീം അസ്സരി വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ പോവാണ്. ഭയങ്കര ടെൻഷനുണ്ട്. ലാസ്റ്റ് ലക്ഷദ്വീപ് പിന്നെ മുംബൈ അങ്ങനെ ബാലി പോയി മട്ടൻ്റെ ബോർഡും അതൊക്കെ തന്നെ. അതിനകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കബാബ്, റിസ്ത, അങ്ങനത്തെ മീറ്റിനോട് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങൾ ഇട്ടുകൊണ്ട് നിൽക്കും. അതിനായിട്ട് ഒരു കവർ ഇട്ടു. നമ്മൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കുക, കവറിലിടും. ഏതായാലും അൽഹംദുലില്ലാ വല്ലാത്തൊരു ഭാഗ്യമാണ്. മൂപ്പര് ബദറിൻ്റെ ഇതിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മളിവിടെ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. ഇങ്ങനെ കണ്ടുമുട്ടാനും ഒന്നിരുന്ന് സംസാരിക്കാനൊക്കെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. നമ്മൾ ഉസ്താനെ കണ്ടു. AP ഉസ്താൻ്റെ മോനെ അല്ലേ, ഹക്കീം അസ്സരി ഒക്കെ പ്രായത്തായി. അൽഹംദുലില്ലാ 11 മണിയായി. ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങുകയാണ്. 11:08